ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തൊട്ട് നമ്മളൊരു ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മളുള്ളത് ആഗ്രയിലാണ്. ആൻഡ് ഇവിടെ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചൂട് ക്ലൈമറ്റാണ് കേട്ടോ. ആൻഡ് ഇന്ന് നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് താജ്മഹൽ ആൻഡ് ആഗ്ര ഫോർട്ടാണ്. സോ വി ആർ സെറ്റ് ഫോർ ദാറ്റ്. എന്നിട്ട് നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോകും. നാളെയും മറ്റന്നാളും 2 ദിവസം ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് താജ്മഹൽ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആഗ്ര ഫോർട്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ ഒരു വ്ളോഗിൽ നമ്മൾ ആഗ്ര ഫോർട്ട് മാത്രമാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച ആദ്യം നമ്മൾ താജ്മഹൽ പോയിട്ട് പിന്നെ ആഗ്ര ഫോർട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആദ്യം ആഗ്ര ഫോർട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് താജ്മഹൽ പോകുന്നത്. സോ ദിസ് വീഡിയോസ് എക്സ്ക്ലൂസീവ്ലി അബൌട്ട് ആഗ്ര ഫോർട്ട്. ഡൽഹിയിൽ ആദ്യമായിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു. അവിടുത്തെ ഓരോ കൾച്ചറും അവിടുത്തെ ട്രാഫിക്കും അവിടുത്തെ ചൂടും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ടൂർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ 2 ദിവസത്തെ ട്രെയിൻ യാത്ര അങ്ങോട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സമയം പോകുന്നത് നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് ഹൊറിബിൾ ചൂടായിരുന്നു അവിടുത്തെ. ഹൊറിബിൾ ചൂട് എന്ന് വെച്ചാൽ ഹൊറിബിൾ ചൂട്. ആ പുൽച്ചെടികൾക്ക് ബാക്കിൽ കാണുന്നതാണ് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ട് പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിരുന്നു. ആഗ്ര ഫോർട്ട് അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മോർ സിമിലർ ടു റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് ചെങ്കോട്ട പോലെ തന്നെയുണ്ട് ആഗ്ര ഫോർട്ട് കുറേ സ്ഥലത്തുനിന്ന് കാണുമ്പോഴും. പിന്നെ നമ്മുടെ ആഗ്ര ഫോർട്ട് ആണെങ്കിലും റെഡ് ഫോർട്ട് ആണെങ്കിലും കുത്തബ് മിനാർ ആണെങ്കിലും എല്ലാം ഈ ഒരു എന്താ പറയുക, ഈ ഒരു കളറ് തന്നെ. അതുകൊണ്ട് ഇതാണ് ആഗ്ര ഫോർട്ട്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ ഒന്നെങ്കിൽ അംബ്രല്ല ഉണ്ടാവും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് നമ്മളെ കൂട്ടം തെറ്റാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇവരൊരു വൈറ്റ് ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്ത ബഡ്ജറ്റ് ഏതാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ ആണെന്നൊക്കെ അറിയാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു എൻട്രൻസിൽ ചെക്കിങ് ഉണ്ടായിരിക്കും. എൻ്റെ ട്രൈപോഡ് അവിടെ നിന്ന് കൈയോടെ പിടിച്ചു. അത് എന്നിട്ട് ഞാൻ രണ്ടാമത് തിരിച്ചു കൊണ്ടുവച്ചിട്ടാണ് കയറിയത്. അവർ ട്രൈപോഡൊന്നും സമ്മതിക്കില്ല. ട്രൈപോഡ്, ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും സമ്മതിക്കത്തില്ല. വാട്ടർ ബോട്ടിൽ മാത്രമേ സമ്മതിക്കത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ അകത്ത് കയറുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഗൈഡിനെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പുള്ളി നല്ല പക്ക ആയിട്ടെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തരും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അങ്ങ് അറിഞ്ഞു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ലോക്കൽ അവിടുത്തെ ഒരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈഡ് എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാം അല്ലേ. Namaste. Myself Ajay. So all of you came first time? Came before? First time. First time? You're from Kerala? Yes. Okay. Ma'am sir, it's called Agra Fort, not a Red Fort because Red Fort in Delhi. Delhi Red Fort built by Shah Jahan and 4 Mughal rulers built this fort. First Akbar, second is son Jahangir, third is grandson Shah Jahan, fourth his great grandson Aurangzeb. So basically 4 kings built this fort. First he closed that gate, first one known as Amar Singh Gate. Amar Singh, he was general of Shah Jahan's time. Second gate, you have to show your ticket from there because they have to ask you ticket, right? Those days, royal people enter from the gate, soldiers they beating drum. Look at the line on the floor. This is not a design. This is the grip of the horses. They could not slip. Basically, this Agra Fort construction started 1565 to 1660 and took 95 years to build this fort. Right? So first came India Babur came in India 1526. Babur son Humayun, Humayun son Akbar, Akbar son Jahangir, Jahangir son Shah Jahan, Shah Jahan who built Taj. His son. സത്യം പറയാലോ, പുള്ളി പറഞ്ഞ ഹിന്ദി എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. നമ്മുടെ ഡൗട്ട് നമ്മൾക്കൊട്ട് ക്ലിയറും ആയില്ല. പുള്ളി എന്തൊക്കെയോ ഹിസ്റ്ററി അങ്ങ് പറഞ്ഞു പോയിട്ടോ. പക്ഷെ കേട്ടിടത്തോളം ഈ ഡൽഹിയിലുള്ള ഓരോ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഉണ്ട് പറയാൻ. ആക്ച്വലി അവിടെ എത്തുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഇതെന്താ ഇങ്ങനെ, അതിൻ്റെ ബാക്കിലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഉണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൻ്റെ. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടും അത് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ പണ്ടത്തെ ആൾക്കാരോട്, ഇതൊക്കെ പണിത ആൾക്കാരോട് അല്ലെങ്കിൽ ഇതിലെ ഹിസ്റ്ററീൻ്റെ ബാക്കിലുള്ള ആൾക്കാരോട് ഭയങ്കര വല്ലാത്തൊരു ബഹുമാനം, വല്ലാത്തൊരു സ്നേഹം തോന്നും. ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നേരെ താജ്മഹൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് നേരെ കാണുന്നത് അവിടുന്ന് താജ്മഹലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞാൻ സർപ്രൈസിൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് താജ്മഹൽ കാണാനാണ്. ദേ കണ്ടോ, അവിടെ മിനായം പോലെ കാണുന്നത് നമ്മുടെ വൈറ്റ് മാർബിൾ മിറാക്കിൾ ബിൽഡിംഗ് താജ്മഹലാണ് കേട്ടോ. അത് ഞാൻ ഭയങ്കര Soldier manually dumping the water, then fill the tank, water flow between the wall.
And this room keeps cool. This is a natural air conditioned room. 3 rooms are here those days, 1, 2 and 3. Because design on the wall. Design on the wall. പുള്ളി എന്താ ഇപ്പോൾ പറഞ്ഞതെന്നറിയോ, പണ്ട് ഈ റൂമുകൾക്കൊക്കെ തണുപ്പ് തോന്നാൻ വേണ്ടി ഉണ്ടല്ലോ വാട്ടർ ഫില്ല് ചെയ്ത് അത് മുകളിൽ കൊണ്ടിട്ടിട്ട് അതിൽ ലീക്ക് ഇടുമായിരുന്നു എന്ന്. അപ്പോൾ ഈ വോൾസ് വഴി വെള്ളം ഇറങ്ങി വന്നിട്ട് ആ റൂമിന് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നു. ഇപ്പോഴത്തെ നമ്മളോടൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ടോ വല്ലതും മനസ്സിലാവുന്നത്? നമുക്ക് ഒന്നെങ്കിൽ ഫാൻ അല്ലെങ്കിൽ AC, അതല്ലാണ്ട് ഇങ്ങനത്തെ ടെക്നിക്സ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഈ മുകളിൽ കാണുന്നുണ്ടല്ലോ, പുള്ളി ഒരു കോയിൻ വാങ്ങിക്കൊണ്ട് പോയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞപ്പോൾ അത് കറക്റ്റ് ഇങ്ങോട്ട് വന്നു. ദാറ്റ് ഈസ് ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് പുള്ളി ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തും പറഞ്ഞും കാണിക്കുന്നത്. ആദ്യം നമ്മളും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, അവിടെ ഹോൾസ് ഒന്നും ഇല്ലല്ലോ, ഓട്ടയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ആ സാധനം ഇങ്ങോട്ട് വന്നു എന്ന് നമ്മൾ കുറേ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ അവിടെ പോയി, പുള്ളി പറഞ്ഞു എല്ലാവരോടും ഒന്ന് അവിടെ വന്ന് നോക്കുക അവിടെ എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ അകത്ത് പോയി നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലായത്. അതായത് അവിടെ ഒരു സ്ലോപ്പായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻ എത്ര വർഷം മുമ്പ് ചെയ്തതായിരിക്കും? അന്നേ അവരുടെ ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും പിന്നിൽ ഓരോരോ സ്റ്റോറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓരോന്ന് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത് പിന്നെ അവിടെ ഓരോ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന്, ഭയങ്കര വിലപിടിപ്പുള്ള. ഇതിപ്പോൾ ലേറ്റർ ഓൺ അതെല്ലാവരും പെറുക്കിക്കൊണ്ട് പോയി. ആ സ്റ്റോൺസ് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അത് തിളങ്ങുമെന്നാണ് പുള്ളി കാണിച്ചു തന്നെ കേട്ടോ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, കുറച്ച് പുള്ളി കാണിച്ചു തന്നപ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെയോ കണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഇത് അവരുടെ പണ്ടത്തെ ഗാർഡൻ ആയിരുന്നു, അത് നല്ലോണം കാണിച്ചു തന്നു. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ആഗ്ര ഫോർട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അവിടുന്ന് ഇത്രയൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനാണ് ഞാൻ ഭയങ്കര സർപ്രൈസിംഗ്ലി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് പോകുന്ന താജ്മഹലിലേക്കാണ് കേട്ടോ. താജ്മഹലിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.